ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം നമ്മുടെ തുണികളിലാണെങ്കിലും കളറുള്ള തുണികളിലാണെങ്കിലും വെള്ള തുണികളിലാണെങ്കിലും ഇതുപോലെ മഞ്ഞക്കറ, എണ്ണക്കറ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാനുള്ള അടിപൊളി കിടുക്കാച്ചി കുറച്ച് സൂത്രങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതുപോലെ കറകളൊക്കെ വീണാൽ നമ്മുടെ തുണി എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം? പെട്ടെന്ന് തന്നെ എത്ര പുതു തുണികളാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ നമ്മുടെ പെരുംജീരകപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കനും വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ കറിക്കാണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുവാണെങ്കിലും നമ്മുടെ അവിടുന്ന് കുരുമുളക് കാണുമല്ലോ, കുരുമുളക് പൊടി എടുക്കരുത്, കുരുമുളക് എടുക്കുക. കുരുമുളക് എടുത്തിട്ട് ആ 1 ടീസ്പൂണോളം കുരുമുളക് എടുക്കുക. പിന്നെ ഒരു 5-6 ചള വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരച്ചെടുക്കേണ്ട. അതിനുശേഷം നമ്മുടെ ഈ ചിക്കൻ മസാലയിലിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് പൊരിച്ച് നോക്കും. ആ ചിക്കന് വളരെ നല്ല വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഇതാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മാവാണ്, നമ്മുടെ അരിപ്പൊടി വെള്ളത്തിൽ എന്നിട്ട് തിളപ്പിച്ച് നമ്മൾ ഒന്ന് ഈ പത്തിരിക്കൊക്കെ വാട്ടത്തില്ലേ എന്ന രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താണ് കേട്ടോ. അധികം വെള്ളം ഒന്നും കൂടി പോകരുത്. ഇപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാവ് വേകുമ്പോഴത്തേക്കും നമ്മൾ എന്താണെങ്കിലും വെള്ളം വേണം. അപ്പോൾ ഒരുപാട് വെള്ളം ആകരുത്. എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് ഇതേ മുഴുപ്പിൽ അതിന് ചാട്ടയിടുക. അതിൻ്റെ ഉരുളകൾ ഇതേ മുഴുപ്പിൽ എടുക്കുക. റൊട്ടിക്കൊക്കെ എടുക്കുമ്പോൾ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ഇച്ചിരി മുഴുപ്പിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ സത്യത്തിൽ ഇതുണ്ടാക്കുന്നത് വീട്ടമ്മമാർ, നമ്മുടെ അമ്മമാരൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നത് കയ്യിലാണ് ഇത് ചെയ്യുന്നത്. ഇതിന് കൈറൊട്ടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് കയ്യിലാണ് ഇങ്ങനെ ഇതുപോലെ ആക്കി എടുക്കുന്നത്, പരത്തി എടുക്കുന്നത് കയ്യിൽ വെച്ചാണ്. പക്ഷേ ഞാൻ ഇവിടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നമ്മൾ ചപ്പാത്തി പ്രസ്സിൽ ഈ ഉരുളകളാക്കുമ്പോൾ ഈ ഒരു കട്ടി വേണം. ഒരുപാട് നൈസായിട്ട് പോവുകയും ചെയ്യരുത്. ഈ ഒരു രീതിയിലൊരു കട്ടി വേണം. നമ്മുടെ പത്തിരിയുടെ അത്രയും നൈസാക്കരുത്, ചെറിയ രീതിയിൽ ഒരു കട്ടി വേണം. നമ്മൾ കൈറൊട്ടി കയ്യിൽ ഇങ്ങനെ പരത്തുവാണെങ്കിൽ നല്ല കട്ടിയിലാണ് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷെ അതിന് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇത് ബോൾ പോലെ പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇതിന് കറികളൊന്നും വേണ്ട, തേങ്ങാപ്പാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്ത് വെക്കണം. പിന്നെ ഈ മാവ് വാട്ടുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് വേണം വാട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പ്, വളരെ നല്ലൊരു ടിപ്പാണ്. നമ്മൾ ഏത് ചെടികളും നട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ചെടി നട്ടു വെക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ചെടിയുടെ പേര് ഇവിടെ പറയുന്നത് ലക്കി ബാമ്പു എന്നാണ്. നിങ്ങളുടെ നാടുകളിൽ എന്താണ് ഇത് പറയുന്ന, സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് ഒരുപാട് പേരുകൾ ഇതിന് പറയുന്നുണ്ട്. ഏതൊക്കെ പേരാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ലക്കി ബാമ്പു എന്നൊക്കെയാണ്. പല പല പേരുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ നമ്മുടെ ആ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു സൈഡിനെ കാണിക്കുന്ന പോലത്തെ ആ ഒരു ഭാഗത്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് വേണം നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കാൻ. പക്ഷെ വെക്കുമ്പോൾ നിങ്ങൾ അതേ രീതി ചെറിയ കമ്പുകളായിട്ട് വേണം കട്ട് ചെയ്യാൻ. നടുക്ക് വെച്ചൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു വലഭാഗങ്ങളും കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു വശത്ത് വെച്ചൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഉണങ്ങി പിടിച്ചിരിക്കുന്ന അതിൻ്റെ ഇലകളെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത്രയും ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് കൂട്ടിക്കെട്ടി വെക്കണം. ഒരു കയർ കൊണ്ടോ ഒരു നൂല് കൊണ്ടോ ഒന്ന് ചുറ്റിക്കെട്ടി വെക്കുക. ഇപ്പം നൂലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടൊന്ന് ചുറ്റിക്കെട്ടി വെക്കുക. ചുറ്റിക്കെട്ടി വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ ഒരു ബക്കറ്റിലാണെങ്കിലും ഇതൊന്ന് കൊണ്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തിട്ട് വെക്കുക. കറക്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ വേര് കിളുക്കും കേട്ടോ. അന്നപ്പം നമുക്കത് മണ്ണിലേക്കാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ വീടിനുള്ളിലാണെങ്കിലും ഇതുപോലെ കുപ്പികളിലാക്കിയിട്ടൊക്കെ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ബക്കറ്റിലെ വെള്ളത്തിലൊന്നും ഇടുന്നത് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക്, ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് കെട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആർത്ത് കിളക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോ തൈകളാണെങ്കിലും എടുത്തിട്ട് നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും അതൊരു ചെടിച്ചട്ടിക്കകത്താണെങ്കിലും അല്ലെങ്കിൽ തറ മണ്ണിലാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിലാണെങ്കിൽ ഇത് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്ന കാണാൻ. അപ്പോൾ മിക്ക ആൾക്കാരുടെ വീടുകളിൽ കാണും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇത് കണ്ടില്ലേ, അതുപോലെ വളർത്തിയെടുത്തതാണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നട്ടുവെച്ച് കിളിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ല ആർത്തി കിളിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ ഒരു ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു കളർ തുണിയിലേക്ക് കുറച്ച് എണ്ണ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കറി വെക്കുവാണെങ്കിലും അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ കറ വീണിട്ടൊക്കെ നമ്മുടെ തുണികളിൽ, പ്രത്യേകിച്ച് കളറുള്ള തുണികളിൽ ഇതുപോലെ കറ വീണാൽ നമുക്ക് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കളയേണ്ട വേറെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാലും ബ്ലീച്ച് വാട്ടർ ഇട്ടാലും ക്ലോറിൻ ഒഴിച്ചാലും കളറുള്ള തുണികളെല്ലാം വെളുത്ത് പോകില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇതുപോലെ മഞ്ഞൾക്കറ വീണാൽ പോലും ഇപ്പം നമ്മുടെ കറിയിൽ നിന്നുള്ള ഇതാണ്, അച്ചാറാണെങ്കിൽ വീണാൽ പോലും നമുക്ക് കളയാൻ പറ്റിയ ടിപ്പാണ് വീട്ടിലത്തെ പൗഡർ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്, എല്ലാവരും വീടുകളിൽ കാണും ഡേറ്റ് കഴിഞ്ഞ പൗഡർ. അപ്പോൾ ആരും അത് കളയരുത്, അതെല്ലാം എടുത്ത് വെച്ചോണം. എന്നിട്ട് ഇങ്ങനെ എണ്ണക്കറ, അതായത് പിന്നെ ഇപ്പം ഏത് കറ പിടിച്ച കറയുടെ എണ്ണ ഓയിൽ സഹിതം ഉള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്ക് കളയാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ അതൊന്ന് ഒരു അബ്സർവ് ആകണം. ആ പൗഡറിലേക്ക് ആ എണ്ണയെല്ലാം നല്ല പോലെ അബ്സർവ് ആകുമ്പോൾ ഇതിൻ്റെ കറയെല്ലാം ഈ പൗഡറിലേക്ക് അബ്സർവ് ആകുന്നതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ചട്ടുകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ കറ സഹിത എണ്ണമയമെല്ലാം നല്ല പോലെ ഇളകി വരുന്നതായിരിക്കും കേട്ടോ. ഇതിനായിട്ട് സോപ്പിട്ട് ഒരുപാട് ഇട്ട് ഉരയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ കളർ തുണികളിൽ പൊടി ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കളർ തുണിയുടെ കളറ് പോകത്തില്ല, ഒന്നും പോകത്തില്ല, ആ കറ ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ. പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, പൗഡർ എടുക്കാൻ നിങ്ങൾക്ക് മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ മാവ് എന്തെങ്കിലും കാണുമല്ലോ, അരിപ്പൊടിയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും എന്ത് മാവാണെങ്കിലും നമുക്ക് എടുക്കുക. ഇതുപോലെ ചെയ്താൽ മാത്രം മതി, നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ആ എണ്ണ മുഴുവനും ഇത് അബ്സർവ് ചെയ്യും, അപ്പോൾ നല്ല പോലെ മാറും. അപ്പോൾ അത് ഞാൻ കളർ തുണിയിൽ കാണിച്ചിട്ട് കണ്ടില്ലേ, നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കണ്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടവൽ അല്ലെങ്കിൽ വെള്ളത്തുണി, ഏത് തുണി, തോർത്ത്, മുണ്ട്, ഇതിലെല്ലാം ഇതുപോലെ കണ്ട എണ്ണക്കറയൊക്കെ വീണിട്ടുണ്ട്. നമ്മുടെ കടുകെണ്ണയൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ദേഹത്തൊക്കെ ഇങ്ങനെ വീഴുവാണെങ്കിൽ, അതായത് ഈ തുണികളിൽ എങ്ങനെ കളർ വീഴുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മഞ്ഞ കളർ നിറം എങ്ങനെ ചെയ്താലും അത് പോകത്തില്ല അല്ലേ. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ അച്ചാറിൻ്റെ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ സാധാ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കളയുന്ന ഒരൊറ്റ ടിപ്പാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഞാൻ കുറച്ച് പൗഡർ തന്നെയാണ് അതിൽ വിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തുണിയിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും കളറേയും മഞ്ഞക്കറയും ഉണ്ടോ എന്ന് അറിയത്തില്ല സംശയമുള്ളവർക്ക് അതെങ്ങനെ കാണാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവർക്കുള്ള ടിപ്പാണിത്. ഇത് കണ്ട ഈ ഒരു കളർ തുണിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു തുണിയിൽ ഇപ്പോൾ ഇത് വൈറ്റ് കളറിന് പോലെ ഒരു കളർ തുണിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അറിയാൻ പറ്റും നമുക്ക്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 2 സൈസിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് അത് ഉണങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അബ്സോർവായിട്ട് നല്ലപോലെ ഉണങ്ങി കിട്ടണം. അതിനുശേഷം വേണം നമുക്കത് ചിരണ്ടി അതുപോലെ കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അതിപ്പോൾ കഴുകിയെടുത്ത് കളർ പോയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിഷ് വാഷ് വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടാൽ പെട്ടെന്ന് തന്നെ കളർ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇങ്ങനത്തെ കളറൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ചട്ടുകം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്കെയിലാണെങ്കിൽ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണ കളർ ഫുള്ള് പോയിട്ട് കണ്ട ആ ഒരു മയം പോലും കാണത്തില്ല. അത്ര നല്ല രീതിയിൽ ആ ഒരു കളർ പിടിച്ചതെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തതൊക്കെ ഒന്ന് പോയി കണ്ട് ഇഷ്ടപ്പെടുവാനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ കഴുകി എടുക്കണം. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മഞ്ഞ കളർ ചെറിയൊരു ഷെയ്ഡുണ്ട്, അതൊന്ന് പോകാനായിട്ട് ഞാൻ ഡിഷ് വാഷ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്ത് കൈ കൊണ്ട് ഞെവിടിയെടുക്കുമ്പോൾ ആ ഒരു കളറും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണ്. അപ്പോൾ കളറുള്ള തുണികളിൽ പോലും മഞ്ഞക്കറ ഏത് കറ പിടിച്ചാൽ ഇങ്ങനെ ഈ ഒരു ടിപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ കഠിനമായ കറയാണെങ്കിൽ പോലും ഈ പൗഡർ ഇടുമ്പോൾ പൗഡറിൽ ആ 3/4 കറയെ പൗഡർ അബ്സോർവ് ചെയ്യാം. അപ്പം നമുക്കത് ഇതുപോലെ കഴുകുമ്പോഴത്തേക്കും ഡിഷ് വാഷ് വെച്ചൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ എല്ലാവർക്കും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളറുള്ള തുണികളിൽ കറ വീണാൽ എന്ത് ചെയ്യും. അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു ടിപ്പ് നല്ലതാണ് കേട്ടോ. നമ്മൾ ബ്ലീച്ച് വാട്ടറൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ കളറുള്ള തുണികളിലെ കളറെല്ലാം പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രാവശ്യം പൗഡർ ഇട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.